ഇത്രയൊന്നും വേപ്പല വേണ്ടട്ടാ മക്കളെ, കുറച്ച് മതി കേട്ടാ. ആദ്യം തന്നെ ഒരു നാളികേരം ചെരുകിയത് വറുത്തെടുക്കാം. ഇപ്പൊ തീ മീഡിയത്തിൽ വെച്ചോ. 10 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഒരു പിടി നിറച്ചിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരുന്നോ. ഇതേ കണ്ടില്ലേ കളർ ചെറുതായിട്ട് മാറി വരുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അതിങ്ങനെ പിച്ചി ചീന്തിയിടാം. ഒരു 3/4 ഭാഗം മൂപ്പായപ്പോഴാണ് ഞാൻ പുളി ഇട്ട് കൊടുത്തത്. 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണ്ടത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട്. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അധികം തെയ്യായില്ലേ കരിഞ്ഞു പോകും. നോക്കിയ കളറ് മാറി വരുന്നത് കണ്ട. മക്കളെ നിക്കാൻ പറ്റാത്ത കാരണമായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നതേ. മക്കളുടെ ആഗ്രഹങ്ങളല്ല. അപ്പൊ വയ്യെങ്കിലും ചെയ്ത് കൊടുക്കല് തന്നെ. ഇപ്പൊ തീ ഞാൻ ലോ ആക്കി വെച്ചിട്ടുണ്ട്. കൈയെടുക്കാണ്ട് ഇളക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മൂക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഈ പരുവം ഓഫ് ചെയ്തിടാം. 1/4 ടീസ്പൂണ് കായപ്പൊടി തീ ഓഫ് ചെയ്തതിനു ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടാ. ഇതൊക്കെ ഇനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്ക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താ സാധനം? എന്താ സാധനം പിടി കിട്ടിയാ? ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല നാടൻ വേപ്പില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ടൊന്ന് അറിയിക്കേട്ടാ.